بسم الله الرحمن الرحيم مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. മനുഷ്യൻ സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദരിക്കപ്പെട്ടവൻ. ഭൂലോകത്തെ സകല വസ്തുക്കളും അള്ളാഹു മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചവയാണ്. എണ്ണിയാൽ തീരാത്തത്ര മഹത്തായ അനുഗ്രഹങ്ങളാണ് സ്രഷ്ടാവ് അവനു നൽകിയത്. കാടും മേടും കടലും പുഴയും കാറ്റും വെളിച്ചവും മഴയും മണ്ണും എല്ലാം മനുഷ്യനായി സ്രഷ്ടാവ് നൽകിയ അനുഗ്രഹങ്ങൾ. മാതാവിന്റെ ഉദരത്തിൽ നിന്നും നിസ്സഹായനും ദുർബലനുമായി ജനിച്ചു വീഴുന്ന മനുഷ്യൻ പ്രപഞ്ച സ്രഷ്ടാവ് അവനു വേണ്ടി ഒരുക്കിയ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്രഷ്ടാവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിക്കുന്ന മനുഷ്യൻ ആ സ്രഷ്ടാവിനോട് എത്ര നന്ദികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ധിക്കാരപൂർവം കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ അവൻ മരണവുമായി കണ്ടുമുട്ടും. അതുവരെ മാത്രമേ ഈ നിയന്ത്രണമറ്റ ജീവിതം ബാക്കിയുണ്ടാവൂ. അന്ന് ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ സ്രഷ്ടാവിനോട് കാണിച്ച എല്ലാ നന്ദികേടിനും അവന് വിചാരണയുണ്ട്, ശിക്ഷയുണ്ട്. എന്താണ് മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനോട് കാണിച്ച ഏറ്റവും വലിയ നന്ദികേട്? അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചതെന്നിരിക്കെ, അവനു വേണ്ട സകല അനുഗ്രഹങ്ങളും ഒരുക്കിക്കൊടുത്തവനെന്നിരിക്കെ ആ അള്ളാഹുവിന് മനുഷ്യൻ സമന്മാരെ സങ്കല്പിച്ചു, അഥവാ അവൻ ബഹുദൈവത്വം സ്വീകരിച്ചു. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ പാതകമായി പഠിപ്പിച്ച ശിർക്കിലേക്ക് മനുഷ്യൻ വന്നെത്തി. അതെ, അതാണ് മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനോട് കാണിച്ച ഏറ്റവും വലിയ നന്ദികേട്. ശിർക്കിന്റെ ഗൗരവം നാം സലഫികൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. അത്രമാത്രം നാം അതിനെപ്പറ്റി ബോധവാന്മാരാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. യാ അബാബക്കർ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ സബീബിൻ നംൽ. അല്ലയോ അബൂബക്കർ, തീർച്ചയായും ശിർക്ക് നിങ്ങളിലേക്ക് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി വരിക തന്നെ ചെയ്യും. മാത്രമല്ല, തന്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം മുശ്രിക്കുകളിൽ ചെന്ന് ചേരുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന പ്രവാചക വചനവും നാം മറന്നു പോകരുത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. മുശ്രിക്കുകളുടെ ആരാധ്യന്മാരായ വദ്, സ്വാ, യഊസ്, യഊഖ്, നസർ തുടങ്ങിയവരെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിലെ സ്വാലിഹുകളുടെ പേരുകളാണിവ. അവർ മരിച്ചപ്പോൾ പിശാച് അവരുടെ ജനതക്ക് ഇങ്ങനെ ദുർബോധനം നൽകി: നിങ്ങൾ അവർ കുടിയിരിക്കാറുള്ള സദസ്സുകളിൽ ചില പ്രതിമകൾ നാട്ടുകയും അവക്ക് അവരുടെ പേരുകൾ നൽകുകയും ചെയ്യുക. അപ്പോൾ അവർ ഇപ്രകാരം ചെയ്തു. അന്ന് അവ ആരാധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് അവർ മരിക്കുകയും യഥാർത്ഥ വിജ്ഞാനം വിസ്മൃതമാവുകയും ചെയ്തപ്പോൾ അവ ആരാധിക്കപ്പെട്ടു. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ ശിർക്ക് വരാതിരിക്കാൻ ബദ്ധശ്രദ്ധരായിരിക്കണം. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നാം കാണുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് വെക്കുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ തേടുന്നു. ഞാൻ അറിയാതെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് പാപമോചനം തേടുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തെ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുഖ്യ അജണ്ടയായി സ്വീകരിച്ചതും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ശിർക്കിന്റെ ഗൗരവം കണക്കിലെടുത്തതുകൊണ്ട് തന്നെയാണ്. നിരന്തരമായ ബോധവൽക്കരണവും ഓർമ്മപ്പെടുത്തലുകളും ശിർക്കിന്റെ കാര്യത്തിൽ നാം മാറ്റിവെച്ചാൽ മുവഹിദുകൾക്ക് മുന്നിലായിരിക്കും ശിർക്കിന്റെ കവാടങ്ങൾ പിശാച് തുറക്കുക എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകരുത്. എന്നാൽ ഇതുവരെ നാം സമൂഹത്തിന് താക്കീത് നൽകിയ ആ ശിർക്കിന്റെ വാതായനങ്ങൾ ഇന്ന് നമുക്ക് മുൻപിൽ പിശാച് തുറക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലാണ്
പുതിയ കാലസന്ധിയിലെ സംഭവവികാസങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഇത് അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശിർക്കാരോപണമല്ല, മറിച്ച് നമ്മിൽ ശിർക്ക് വന്നു ഭവിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. മുൻധാരണകളില്ലാതെ, പക്ഷപാതപരമായ ചിന്തകൾക്കിടം നൽകാതെ, ഋജുവായ മനസ്സോടെ നാം കാര്യങ്ങൾ പഠിക്കുക. വികാരമല്ല, വിവേകം നമ്മെ നയിക്കട്ടെ. ഇത് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസിക. ഇതിൽ നിന്നും നാം വായിക്കുക. എന്താണ് ഇതിൽ പരാമർശിച്ച വിവാദ വിഷയം? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ. തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ. പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്കു വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നാം കേട്ടത് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ വരികളാണ്. എന്താണിവിടെ പരാമർശിക്കപ്പെട്ടത്? ഹാജറുണ്ട് എന്ന സങ്കല്പത്തിൽ ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, പ്രാർത്ഥനയില്ല. അതിനാൽ അത് ശിർക്കുമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഹാജറുണ്ടെന്ന് കരുതി ജിന്നുകളോട് അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ആരെങ്കിലും സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നർത്ഥം. നാം സംശയിക്കേണ്ട, ഇത് ഒരു തത്വമാണ്. ഈ തത്വം കേരളത്തിൽ അവതരിപ്പിച്ച അബ്ദുൽ ജബ്ബാർ മൗലവി അത് അവതരിപ്പിച്ചതാകട്ടെ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലോ അതുമായി ബന്ധപ്പെട്ടോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നു പറഞ്ഞാൽ, യാ ഇബാദല്ലാ അഈനൂനി എന്ന ഒരു ദുർബല ഹദീസ് നിലവിലില്ലെങ്കിലും ഈ തത്വം നിലനിൽക്കും എന്നർത്ഥം. അല്ലാതെ ഈ തത്വം രൂപപ്പെട്ടത് തന്നെ ഈ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ലാമികം, സലഫിയത്ത് എന്നെല്ലാം പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ഒരു തത്വത്തിന് ജന്മം നൽകിയത് തള്ളപ്പെടേണ്ട ഒരു ദുർബല ഹദീസിൽ നിന്നാണെന്ന് വരും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഒരു ചോദ്യം പ്രസക്തമാണ്. ദുർബലമായ ഹദീസുകൾക്ക് തന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ലാതിരിക്കെ ഒരു ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു തത്വത്തിന് എങ്ങനെ ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകും? അതെങ്ങനെ സലഫിയത്താകും? ഉണ്ടാകും എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ നമ്മുടെ പ്രമാണം ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന് പറയുന്നതോടൊപ്പം ചില ലഈഫായ ഹദീസും കൂടിയുണ്ട് എന്ന് പറയേണ്ട ഗതികേടിലാവും നമ്മൾ. എന്നാൽ ഈ യാഥാർത്ഥ്യം അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്, ഹാജറുണ്ട് എന്ന് വിചാരിച്ച് ജിന്നുകൾക്ക് കഴിവ് നൽകിയ കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്ന തത്വവും ഈ ദുർബല ഹദീസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ പിന്നെ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച്, അങ്ങനെ ഇബാദല്ലാ അഈനൂനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷികൾ ചോദിക്കുന്നുണ്ട്, അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിൽ നിങ്ങൾ എന്തിനാ അത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊട്ടി കൂട്ടിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനല്ലേ അത് പറയേണ്ടതുള്ളൂ. കാര്യങ്ങൾ എത്ര വ്യക്തം. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിലെ വിവാദ വിഷയമായ ഈ തത്വവും യാ ഇബാദല്ലാ അഈനൂനി എന്ന ദുർബല ഹദീസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ് നാം കേട്ടത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ യാ ഇബാദല്ലാ അഈനൂനി എന്ന ദുർബലമായ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടതല്ല
ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ മർമ്മം. മറിച്ച് ഹാജറുണ്ട് എന്ന സങ്കല്പത്തിൽ ജിന്നുകളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന തത്വമാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ കാതൽ. യാ ഇബാദല്ല ആഗീനൂനി എന്ന ദുർബല ഹദീസും അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിച്ച തത്വവും രണ്ടും രണ്ടാണെന്നർത്ഥം. അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിച്ച തത്വത്തെപ്പറ്റി ഡോക്ടർ KK സക്കരിയ സ്വലാഹി തന്നെ പറയുന്നത് കേൾക്കൂ. ചില ആളുകൾ പറയാണ് എന്നെ ജബ്ബാർ മൗലവി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചാണ്, മൗലവി നിങ്ങൾ എന്തിനാ ഒരു ലൈഫായ ഹദീസും കൊണ്ട് നടക്കണേ, നിങ്ങൾക്ക് അതൊന്നും വിട്ടൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈഫായ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിയെ, ഞാനൊരു തത്വം പറഞ്ഞല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈഫായ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിയെ, ഞാനൊരു തത്വം പറഞ്ഞല്ലേ. എന്നാൽ ഈ തത്വം രൂപപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചില ആളുകൾ ധരിച്ചത് അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. സാക്ഷാൽ KK സക്കരിയ സ്വലാഹി തന്നെ ആ തെറ്റിദ്ധാരണ അറിഞ്ഞോ അറിയാതെയോ പ്രഖ്യാപിക്കുന്നത് കേൾക്കൂ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തത്വമാണ് പറഞ്ഞത്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തത്വമാണ് പറഞ്ഞത്. ഈ തെറ്റിദ്ധാരണയാണ് അറിഞ്ഞോ അറിയാതെയോ ഡോക്ടർ KK സക്കരിയ സ്വലാഹി അടക്കമുള്ള പലരിലും കാണാൻ കഴിയുന്നത്. തള്ളപ്പെടേണ്ട ഒരു ദുർബലമായ ഹദീസിൽ നിന്ന് ഇസ്ലാമികമായി അംഗീകരിക്കേണ്ട ഒരു തത്വം എങ്ങനെ ഉണ്ടാകും? ഇത് തീർച്ചയായും ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും ശ്രദ്ധയാകർഷിക്കേണ്ടുന്ന വിഷയമാണ്. ദുർബലമായ ഹദീസുകൾ കർമ്മസംബന്ധിയായ കാര്യങ്ങൾക്ക് പോലും പറ്റില്ല എന്നിരിക്കെ ഹാളിറാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ജിന്നുകളോട് അവക്കു കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്ന അഖീദ അഥവാ വിശ്വാസം സ്വീകരിക്കാൻ നിമിത്തമാകുന്ന ഒരു തത്വം എങ്ങനെ രൂപപ്പെടും? നാം വിവേകികളാവുക, വികാരത്തിന് കീഴ്പ്പെടാതെ ചിന്തിക്കുക. പക്ഷേ ഈ യാഥാർത്ഥ്യം അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഇബാദല്ലാ അഅ്യിനുനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് അങ്ങനെ ഇബാദല്ലാ അഅ്യിനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷികൾ ചോദിക്കുന്നുണ്ട്, അത് ദുർബല ഹദീസിന്റെ ആ ഹദീസിന് നിങ്ങൾ എന്തിനാ ഇത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ വരെ ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊണ്ട് നടക്കുക, കൊട്ടി കൂട്ടിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനല്ലേ അത് പറയേണ്ടതുള്ളൂ. നാം തിരിച്ചറിയുക, അബ്ദുൽ ജബ്ബാർ മൗലവി കേരളത്തിൽ അവതരിപ്പിച്ച തത്വവും പ്രസ്തുത ദുർബല ഹദീസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും ഈ തത്വത്തിൻ്റെ പ്രാമാണികമായ അടിത്തറ എന്താണ് എന്ന ചിന്തയാണ് ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും മനസ്സുകളെ ഭരിക്കേണ്ടത്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് നമുക്കിടയിൽ വൈജ്ഞാനികമായ തലത്തിലല്ല ചർച്ചകളും പഠനങ്ങളും നടക്കുന്നത്. മറിച്ച് MTVision പോലുള്ള മീഡിയകൾ അവതരിപ്പിക്കുന്ന പ്രകാരം കേവലം വൈകാരികമായ തലത്തിലാണ് പഠനങ്ങളും ചർച്ചകളും സംഭവിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മെ മഹാവിപത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. അതിനാൽ നാം മുൻധാരണകളോടും വ്യക്തിവിരോധങ്ങളോടും വിട പറഞ്ഞ് സ്വതന്ത്ര മനസ്സോടെ പഠിക്കാൻ തയ്യാറാവുക. എന്താണ് ഡോക്ടർ KK സക്കരിയ സ്വലാഹിക്കും ജമിയത്തുൽ ഉലമക്കും ഇടയിൽ സംഭവിച്ച അഭിപ്രായ വ്യത്യാസം? ഇത് കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ സർക്കുലർ. കുറച്ചു കാലമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2012 ഫെബ്രുവരി 6 ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയുടെയും ഫത്വ ബോർഡിന്റെയും സംയുക്ത യോഗത്തിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും രക്ഷ തേടുന്നതും സഹായം തേടുന്നതും ശിർക്കും ഹറാമുമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ
അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ അവർക്ക് പല പ്രതിസന്ധികളുണ്ടായിട്ടും എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ടായിരുന്നിട്ടും ജിന്നുകളോട് ഒരിക്കൽ പോലും സഹായം ചോദിച്ചിട്ടില്ല. ഇബ്നു സുന്നി, അബൂ യഅല, തൊബ്രാനി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദല്ലാ അഗീനൂനി എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിലെ ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലുമാണെന്നതോ പ്രസക്തമല്ല. റിജാലുൽ ഗൈബോ ജിന്നോ ആണെന്നു കരുതി യാ ഇബാദല്ലാ അഗീനൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ഷിർക്കാണെന്ന് ഷിർക്കുൻ ബയ്യിൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവക്ഷ മലക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ട് മൗഖൂഫ് അല ഇബ്നു അബ്ബാസ് ആണെന്നും അത് തെളിവിനു പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കും ഹറാമും ആണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ അൽ-ലജ്നത്തുദ്ദായിമ പുറപ്പെടുവിച്ച ഫത്വ കാണുക. തുടർന്ന് ലജ്നത്തുദ്ദായിമയുടെ ഫത്വ വിവരിക്കുന്നു. എന്താണ് KJU പറഞ്ഞത്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെട്ടതാകട്ടെ നൽകപ്പെടാത്തതാകട്ടെ ഏത് കാര്യത്തിലായാലും അവയോട് സഹായം ചോദിക്കുന്നത് ഷിർക്കും ഹറാമുമാണ്. ഇതാണ് KJUവിൻ്റെ വീക്ഷണം. എന്നാൽ സക്കരിയ സ്വലാഹിയുടെ വീക്ഷണമോ ജിന്നുകളോട് അവക്ക് കഴിവ് നൽകപ്പെടാത്ത കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ഷിർക്കാകും. എന്നാൽ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവർ ഹാജറുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവയോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാവില്ല, മറിച്ച് ഹറാമേ ആകൂ എന്നതാണ് സ്വലാഹി അവതരിപ്പിക്കുന്ന വീക്ഷണം. നമ്മിൽ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ഇപ്പറഞ്ഞത് സ്വലാഹിയെപ്പറ്റി അദ്ദേഹത്തിനില്ലാത്ത വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുന്നതല്ല, മറിച്ച് ഡോക്ടർ KK സക്കരിയ സ്വലാഹി തൻ്റെ നാവുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുന്നത് നമ്മൾ കാണുക. ഇപ്പൊ സക്കരിയ സ്വലാഹിയുടെ ഒരു ചോദ്യമുണ്ട്. ജിന്നിനോട് അഭൗതികമായ ചോദ്യം എന്തെങ്കിലും കാര്യം തേടിയ ശിർക്കാണോ, ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യം തേടിയ ശിർക്കാണോ? രണ്ടുണ്ട്. അഭൗതികമായ കാര്യം തേടിയ ശിർക്കാണ്, ഭൗതികമായ കാര്യം തേടിയ ശിർക്കാണോ? അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് വിശദീകരിച്ചു തരാം. എന്താണ് അദ്ദേഹം പറയുന്നത്? പിന്നെ ഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും അഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും ഉണ്ടോ? വിശദമാക്കാമോ? കണ്ടോ, ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യം എന്താ? ഭൗതികമായ ജിന്ന് സഹായിക്കുന്നുണ്ട്, അഭൗതികമായ ജിന്നുകളോട് ഭൗതികമായോ അഭൗതികമായോ സഹായ തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, എന്താണ്? ഭൗതികമായോ അഭൗതികമായോ ഒരിക്കലും ജിന്നിനോട് സഹായ തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അഭൗതികമായ വിഷയങ്ങൾ സഹായം തേടിയാൽ അത് ശിർക്കാണ്. കണ്ടോ, അഭൗതികമായ വിഷയത്തിൽ സഹായം തേടിയാൽ ശിർക്കാണ്. അപ്പൊ ഭൗതികം ബാക്കിയാണ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വന്നേ പറ്റുള്ളൂ. യാ ഇബാദല്ലാ കൈനൂനി, യാ ഇബാദല്ലാ അയ്നൂനി എന്ന് പറഞ്ഞിട്ട് തീരൂലേ വിഷയം. നേരെ പറഞ്ഞ് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ജബ്ബാർ മൗലവിയും വരണം, സക്കരിയ സ്വലാഹിയും വരണം. കാരണം വെച്ചാൽ അദ്ദേഹം എഴുതിയ ലെറ്റർ നേരത്തെ കാണിച്ചു തന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബാക്കി പറയട്ടെ. ഭൗതികമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരു ജിന്നിനോടും ഒരു സഹായം തേടിയിട്ടില്ല. നബി തേടിയിട്ടില്ല, ഭൗതികമായ ഒരു കാര്യം തേടിയിട്ടില്ല. ശിർക്കാന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇനി എന്താണ്? ബദറിലോ ഉഹദിലോ ഖന്തക്കിലോ ഖൈബറിലോ ഒന്നും ജിന്നുകളെ സഹായത്തിന് വിളിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. കാരണം അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. കണ്ടോ, അങ്ങനെ ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ജിന്നിനോട് സഹായം തേടുന്നൊരു ഏർപ്പാട്, ഭൗതികമായ വിഷയത്തിൽ സഹായം തേടുന്നൊരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അഭൗതികമായി ചോദിച്ചാലോ ശിർക്കാണ്, ഭൗതികമായത് ചോദിച്ചാലോ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ. ഇവിടെ എന്താണ് സ്വലാഹി പറയുന്നത്? ജിന്നുകളോട് അഭൗതികമായ കാര്യങ്ങൾ അഥവാ അവക്ക് കഴിവ് നൽകപ്പെടാത്ത കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകും എന്ന് വ്യക്തമാക്കി തന്നെ പറഞ്ഞ സ്വലാഹി ഭൗതികമായ കാര്യങ്ങൾ അഥവാ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയാൻ മടിക്കുന്നു.
എന്നിട്ട് പറയുന്ന മറുപടിയോ നബിയോ സ്വഹാബികളോ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഇസ്ലാം അങ്ങനെ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ജിന്നുകളോട് ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയാൻ സ്വലാഹി മടിക്കുന്നത്? കാരണം ജിന്നുകളോട് നടത്തുന്ന പ്രസ്തുത സഹായത്തേട്ടം ശിർക്കാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിനുള്ള ഏക ഉത്തരം. ഇനിയും അദ്ദേഹം പറയുന്നത് നാം കാണുക. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുമാത്രം അപകടകരമാണ് ഈ വീക്ഷണം. പുഴയിൽ വീണ ഒരു മനുഷ്യൻ രക്ഷയ്ക്കു വേണ്ടി കരയിൽ വല്ല ജിന്നുമുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ജിന്നുകളെ വിളിച്ച് സഹായം തേടിയാൽ അത് ശിർക്കല്ലത്രേ, മറിച്ച് അത് ഹറാമേ ആകുന്നുള്ളൂ. ഇതാണ് സ്വലാഹിയുടെ വാദം. എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള പ്രസ്തുത സഹായത്തേട്ടം സ്വലാഹിക്ക് ശിർക്കല്ലാതായത്? കാരണം ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിലാണ് സഹായം ചോദിക്കപ്പെട്ടത്. അതുകൊണ്ട് അത് ശിർക്കല്ലത്രേ. ഇതാണോ കാലമിത്രയും മുജാഹിദുകൾ സ്വീകരിച്ച വിശ്വാസം? ഏത് മുജാഹിദിനാണ് താൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന നാൾ തൊട്ട് ഈ വിശ്വാസക്കാരനായിരുന്നു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനാവുക? 2012 മുതലാണ് ഈ വിശ്വാസം തെറ്റാണെന്ന് പറയപ്പെട്ടതത്രേ. അപ്പോൾ 2012 വരെ ഇതായിരുന്നോ മുജാഹിദുകളുടെ വിശ്വാസം? വാസ്തവത്തിൽ ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ അവ തന്റെ അരികിൽ ഹാജരുണ്ടാകും എന്ന് വിചാരിച്ച് അവയോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്ന വാദം 2007 മുതലാണ് മുജാഹിദുകൾ കേൾക്കാൻ തന്നെ തുടങ്ങിയത്. ഇതല്ലേ സത്യം? ഓരോ മുജാഹിദും മനസാക്ഷിയോട് ചോദിച്ചു നോക്കട്ടെ. ഇനിയും സ്വലാഹി പറയുന്നത് കാണൂ. എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും, സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ഛിദ്രത ഉണ്ടാവില്ല, വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ, ഒന്നണ്ട് ഒപ്പിട്ടൂടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞില്ല, ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയി, ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി, പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടിന് വിളിക്കട അയ്യപ്പ ശരണം വിളിക്കട, വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം, നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവില്ലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ്, നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാണ് പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു, ഞാനെന്താ TP പറഞ്ഞത് പ്രശ്നം പെടുത്തിയിരുന്നു സക്കരിയ, നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം പെടുത്തിയിരുന്നു. പിന്നെ നമ്മക്കടെ രണ്ടഭിപ്രായം ഉണ്ട് എന്നറിയില്ല, നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാണ്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതിലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാൻ ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് നോക്കി ജാമീന് പ്രചരണം, ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരി ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫിൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്?
കാറിൽ കൂട്ടിക്കൊണ്ടേത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ നിന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ, മനസ്സിലായില്ലേ? പിന്നെ ഒന്നേതാണെന്നറിയോ? ഒന്ന് PN-ന്റെ നേതൃത്വത്തിൽ ഇന്ന് റുഖിയനെ പറ്റി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. മഗ്‌രിബിയായി. അപ്പോ ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുക, എഴുതിയത് റഫ് എഴുതിയൊക്കെ മാറ്റി ചെയ്താ. അപ്പൊ ഇയാള് ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അല്ലാണ്ട് ഇരിക്കാളാണ്. അപ്പൊ അനീഫി അനസ് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതാ. അപ്പൊ അനീഫ വേഗം ജിന്നോട് സഹായം ചോദിക്കുന്ന തൗഹീദ് വിരുദ്ധം ശിർക്കുമാണ്. അപ്പൊ അനീഫ വേഗം ജിന്നോട് സഹായം ചോദിക്കുന്ന തൗഹീദ് വിരുദ്ധം ശിർക്കുമാണ്. മൂപ്പര് പറഞ്ഞെടുക്കുക ഇയാളെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുവരെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ, ഓരോ വിഷയവും ചർച്ച ചെയ്തതിന്റെ നെറ്റിജാണ് എഴുതിയത്. PN-നോട് നമ്മൾ PN ഇങ്ങനെയല്ലേ പലപ്പോഴും പറഞ്ഞത് ശരിയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്താണ് എഴുതണ്ട. വലിയാണിക്കും എനിക്കിവിടെ ഇരിക്കാൻ താല്പര്യമല്ല. ഇങ്ങനെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലല്ലേ? ഞാൻ ഈ മനുഷ്യനെ വിചാരിച്ചു PN ചോദിച്ചു, ഈ മനുഷ്യനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്ര നേരുന്നത്. നിങ്ങൾക്ക് പറ്റുള്ളിക്കുന്നത് ഞാൻ പോവുകയാണ്, ഇതൊന്നും തരില്ല. അപ്പൊ ഷമീർ മദീനി അംസ മദീനി പറഞ്ഞു, ജിന്നുകളോട് സഹായം ചോദിക്കാന്ന ജിന്നെ കാക്കണേ, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോളി, അയാൾക്ക് പറ്റി വ്യാഖ്യാനിച്ചോട്ടെ, നിങ്ങളെ മനസ്സിൽ ഒപ്പിട്ടോളി. ഇത്രയും നല്ല നല്ല തീരുമാനങ്ങൾ റുഖിയ ശർഈയെ പറ്റി ഇവിടെ കിട്ടിയിട്ട് അയാളെ ഇന്ന് കൊതറിച്ചാടും. ഒപ്പിടി അവിടെയാണ്. അപ്പൊ ഞാൻ ഒപ്പിട്ട് എന്റെ മനസ്സിൽ അതന്നെ എപ്പോഴുള്ളൂ. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് പറഞ്ഞാൽ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്. അതിനെ നമ്മൾ ഒപ്പിട്ടത്. ഇന്ന ഭൗതിക സഹായം ചോദിച്ചാലോ അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. അതിനെ നമ്മൾ ഒപ്പിട്ടത്. ഇന്ന ഭൗതിക സഹായം ചോദിച്ചാലോ അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. എത്ര ലളിതമായാണ് കാര്യങ്ങളിലെ അവ്യക്തതകൾ നീങ്ങുന്നത്. PN അബ്ദുൽ ലത്തീഫ് മദനിയുടെയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെയും സാന്നിധ്യത്തിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണത്രേ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണെന്ന് ഒപ്പുവെച്ചത്. പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ലത്രേ ഈ ഒപ്പുവെക്കൽ. എന്തുകൊണ്ടാണ് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണെന്ന് ഒപ്പുവെക്കാൻ സ്വലാഹിക്ക് പൂർണ്ണ മനസ്സില്ലാതിരുന്നത്? കാരണം ജിന്നുകളോടുള്ള എല്ലാ സഹായതേട്ടവും തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണെന്ന് സ്വലാഹി വിശ്വസിക്കുന്നില്ല. ഇനിയും നാം പറയരുത് സ്വലാഹിക്കില്ലാത്ത വാദങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതെന്ന്. പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ പോയി വസീലയിലെ ശിർക്ക് ചെയ്തോ എന്നാണ് ഇപ്പൊ പറയുന്നത്. അതെന്താ? ഇമാം അഹമ്മദ് ചെയ്തു, ഇമാം നബി ചെയ്തു എന്നൊക്കെ പറയല്ലേ. അപ്പൊ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ? അപ്പൊ ഇമാം അഹമ്മദ് വസീലയിലെ ശിർക്ക് ചെയ്യോ, ഇമാം അഹമ്മദ് ഹറാമ് ചെയ്യോ? കേട്ടോളി, അനിപ്പ പറയണത് കൺഫ്യൂഷൻ ഉണ്ടാക്കണം. ഇത് അനുവദനീയമാണ് എന്ന് പ്രമാണങ്ങളില്ലാതെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുടെ തെളിവുകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഇത് ശിർക്കാണെന്ന് പറയാനോ, വസീലത്തിനിലെ ശിർക്കാണെന്ന് പറയാനോ, ചെയ്യാമെന്ന് പറയാനോ, ചെയ്യരുതെന്ന് പറയാനോ? എന്തിനാ ജായിസാന്നുള്ള ഫത്വ കൊണ്ടുവന്നത്? ചെയ്യരുതെന്ന് പറയാൻ ശിർക്കല്ല എന്ന് പറയാൻ, ചെയ്യരുതെന്ന് പറയാൻ ശിർക്കല്ല എന്ന് പറയാൻ, അതിനാണ്. പിന്നെ കേരള ജമിയത്തുമേയും KNM ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചാൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല എന്ന ആരോപണത്തെ കുറിച്ച് എന്ത് പറയുന്നു? കള്ള ആരോപണമാണ്. അങ്ങനെ അബ്ദുൽ ജബ്ബാർ മൗലവിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ കഴിവുള്ള ഒരാളല്ല ഞാൻ. പിന്നെ അത് ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അബ്ദുറഹ്മാൻ സലഫിക്കും ഹുസൈൻ സലഫിക്കും കഴിഞ്ഞിട്ടില്ല ജബ്ബാർ മൗലവിനോട്. പിന്നെ എനിക്ക് കഴിയോ? എനിക്ക് ആദ്യം ബോധ്യമാകണ്ടേ, എന്നാലേ മൂപ്പരോട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്താ പറഞ്ഞത് അറിയോ? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഹാരിസ് ചേറൂർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് നേതാവുണ്ട് കാസർഗോഡ്, അയാൾ ഇങ്ങനെ ഇസ്ലാം കുറിച്ച് ചോദ്യം ചോദിച്ച് ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഹാരിസയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട, ഇത് 2007 ഇറങ്ങിയിട്ട് 4 കൊല്ലമായി, ഇതുവരെയും KNM KG ഇത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. അവർ ശിർക്കാന്ന് പറയട്ടെ, അപ്പൊ ആലോചിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും KNM KG ശിർക്കാന്ന് പറയില്ല എന്ന് എന്റെ വിചാരം. കാരണം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ആരും പറയാത്തൊരു കാര്യം KG ശിർക്കാന്ന് പറയോ? ഇയാൾ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫത്വ കൊണ്ടുവരുന്നു ഞാൻ സ്വപ്നേബി വിചാരിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് KG പറയട്ടെ. KG പറയില്ല, പറയുകയാണെങ്കിൽ 4 കൊല്ലം പറയണ്ടേ, പറഞ്ഞില്ലല്ലോ. അപ്പൊ പറയുകയില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം തെറ്റിപ്പോയി. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു പുത്തൻ വാദം ഇബ്രാഹിം സലഫി ഇറക്കുമതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എത്ര വ്യക്തമായാണ് സ്വലാഹി പൊതുജന സമക്ഷം പ്രഖ്യാപിച്ചത്. ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ അവർ ഹാജറുണ്ടാകും എന്ന് വിചാരിച്ച് അവയോട് സഹായം തേടിയാൽ ശിർക്കാവില്ലെന്നതാണ് തന്റെ വിശ്വാസമെന്ന്. മാത്രമല്ല, ഇത് പറഞ്ഞ അബ്ദുൽ ജബ്ബാർ മൗലവിയെ താൻ തിരുത്തേണ്ട കാര്യവുമില്ല എന്ന്. ഇത്
തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ബുക്ക്ലെറ്റ്. ഈ ബുക്ക്ലെറ്റിൽ അച്ചുനിരത്തിയ ഭീമൻ അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ഇതൊരു പണ്ഡിതന്റെ തൂലികയിൽ നിന്നും ജന്മം നൽകപ്പെട്ടതല്ല എന്ന് വ്യക്തം. മറിച്ച് ഈ ബുക്ക്ലെറ്റിന്റെ സ്രഷ്ടാക്കൾ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകന്മാരായിരിക്കാനാണ് ഏറെ സാധ്യത. എങ്കിൽ കേവലം ഒരു സാധാരണക്കാരനായ മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സിൽ പോലും ഇടം പിടിച്ച ഈ പിഴച്ച വിശ്വാസം നാം ഈ ബുക്ക്ലെറ്റിൽ നിന്നും നിറകണ്ണുകളോടെ വായിക്കുക. ഹാജറുള്ള ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമെന്ന് ഒരൊറ്റ സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സ്വലാഹി പറയുന്നതും ജനം സ്വീകരിക്കുന്നതും എന്തുമാത്രം അപകടകരമായ വാദങ്ങൾ. ഇപ്പോൾ നാം കാണുന്നത് സക്കരിയ സ്വലാഹി പുറത്തുവിട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്റർ ഹെഡാണ്. സാധാരണക്കാരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ വഞ്ചിക്കുകയാണ് സ്വലാഹി ഈ തുറന്ന കത്തിലൂടെ ചെയ്യുന്നത്. ഇത് വായിക്കുന്ന ഏതൊരാളും വിചാരിച്ചു പോകും, ജിന്നുകളോടുള്ള എല്ലാതരം സഹായതേട്ടവും ശിർക്ക് തന്നെയാണെന്നാണ് സ്വലാഹി പറയുന്നതെന്ന്. വാസ്തവം നേരെ മറിച്ചാണ്. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയങ്ങളിൽ അവരോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നതാണ് യഥാർത്ഥത്തിൽ സ്വലാഹിയുടെ വാദമെന്നത് നാം മുൻപ് കേട്ട പ്രസംഗങ്ങളിൽ എത്ര വ്യക്തം. എന്നിട്ടും സ്വന്തം ആദർശം പറയുന്നതിൽ പോലും സ്വലാഹി എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത്? അല്ലാഹു ആലം. പുഴയിൽ വീണ് മുങ്ങിത്താഴുന്ന മനുഷ്യൻ, കരയിൽ വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ എൻ്റെ വിളി കേട്ട് എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഓ ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, മറിച്ച് ഹറാമായിരിക്കും. ഇനി നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ ഹറാം ചെയ്തു പോയാൽ അതിൽ വിട്ടുവീഴ്ചയുണ്ട് എന്ന തത്വം ഇതിന് ബാധകമായിരിക്കുമോ? ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴെ വീഴുന്ന ഒരാൾ വല്ല ജിന്നുകളും പരിസരത്തുണ്ടെങ്കിൽ തന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓ ജിന്നുകളെ എന്നെ പിടിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, ഹറാമേ ആകൂ. ഇവിടെയും നിർബന്ധിതാവസ്ഥയിൽ ഹറാം ചെയ്തു പോയാൽ ഇളവുണ്ടായിരിക്കും എന്ന ഇസ്ലാമിക തത്വം ബാധകമാണോ എന്ന് ഈ വാദക്കാർ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. വാഹനമിടിച്ച് റോഡരികിലേക്ക് തെറിച്ചു വീണ് ചോരവാർന്നു കിടക്കുന്ന ഒരാൾ തന്നെ സഹായിക്കാൻ മനുഷ്യരാരെയും കാണാതാകുന്ന സന്ദർഭത്തിൽ വല്ല ജിന്നുകളും പരിസരത്തുണ്ടെങ്കിൽ വന്നു സഹായിക്കട്ടെ എന്ന് കരുതി ഓ ജിന്നുകളെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നു തേടിയാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. ഭീതിപ്പെടുത്തുമാറ് വിജനമായൊരു പ്രദേശത്ത് വന്നുപെട്ട ഒരു മനുഷ്യൻ അവിടെയുള്ള കാഫിർ ജിന്നുകൾ തന്നെ ഉപദ്രവിക്കുമോ എന്ന് കരുതി ഓ മുസ്ലിം ജിന്നുകളെ കാഫിർ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും എന്നെ നിങ്ങൾ പരിരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, ഹറാമായിരിക്കും. തിരമാലകൾ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിൽക്കുന്ന മനുഷ്യൻ തൻ്റെ വിളി കേട്ട് കപ്പലിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ തന്നെ സഹായിക്കട്ടെ എന്ന് കരുതി ഓ ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. ചുരമിറങ്ങി വരുന്ന ഒരു വാഹനം വളവ് തിരിയുന്ന സന്ദർഭത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് റോഡരികിലെ കൊക്കയിലേക്ക് മറിയാൻ പോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിലുള്ള മനുഷ്യൻ ഓ എൻ്റെ വിളി കേൾക്കുന്ന വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. യുദ്ധഭൂമിയിൽ ശത്രുവുമായുള്ള മൽപ്പിടുത്തത്തിൽ ആയുധം നഷ്ടപ്പെട്ട് താഴെ വീണുപോയ ഒരു മനുഷ്യൻ തൻ്റെ തലയിലേക്ക് മൂർച്ചയേറിയ വാൾ ഉയർത്തുന്ന ശത്രുവിനെ കാണുന്ന സന്ദർഭത്തിൽ എൻ്റെ വിളി കേട്ട് എന്നെ സഹായിക്കാൻ കഴിയുന്ന വല്ല ജിന്നുകളും പരിസരത്തുണ്ടായെങ്കിലോ എന്ന് സങ്കല്പിച്ച് ഓ ജിന്നുകളെ എന്നെ ശത്രുവിൽ നിന്നും ഒന്ന് കാത്തിടണേ എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ഈ തത്വപ്രകാരം അതും ശിർക്കല്ല, ഹറാമേ ആകൂ. പക്ഷേ ഈ നിർബന്ധിതാവസ്ഥയിൽ ആ ഹറാമിന് വല്ല ഇളവും നൽകപ്പെടുമോ എന്നറിയില്ല. ഇതാണ് പോലും 2012 വരെ മുജാഹിദുകൾ സ്വീകരിച്ച തൗഹീദ്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിലായാലും അവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ 2012 പുതിയ തൗഹീദ് പ്രഖ്യാപിച്ചവനാണ് പോലും. മുജാഹിദുകളെ ചിന്തിക്കുക, കാലമിത്രയും നാൾ നാം ഈ വിശ്വാസത്തിലായിരുന്നോ? ഇനി നാം തുടരേണ്ടത് ഈ പിഴച്ച വിശ്വാസത്തിലാണോ?
വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസുകളിൽ നിന്നോ ഞങ്ങൾക്ക് പരിചിതമല്ലാതിരുന്ന ഈ വിശ്വാസത്തെ ന്യായപ്പെടുത്താൻ തെളിവ് നൽകാത്തിടത്തോളം ഞങ്ങൾ ഈ പിഴച്ച വിശ്വാസം സ്വീകരിക്കില്ലെന്ന് പറയാൻ മുജാഹിദുകളെ നാം ഇനിയും എന്തിന് അറച്ചു നിൽക്കണം? അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെലക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷേഖിനെ ആരാധിച്ചു. ഇതാണ് ഉമർ മൗലവി പഠിപ്പിച്ച തൗഹീദ്. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും നാൾ സ്വീകരിച്ച തൗഹീദ് ദൃശ്യവും ഭൗതികവുമായ മാർഗത്തിലല്ലാതെ ദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ സമർപ്പിക്കുകയും കൈകാര്യം ചെയ്യപ്പെടുന്നതുമായ അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ നടത്താവൂ. അത് മരണപ്പെട്ട മഹാന്മാരോടായാൽ ശിർക്കാവും, അത് ജിന്നിനോടായാലും അതും ശിർക്കു തന്നെ. ദൃശ്യവും ഭൗതികവുമല്ലാത്ത അഥവാ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ നടത്തുന്ന എല്ലാ സഹായത്തേട്ടവും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് തൗഹീദ്. അതിന് വിരുദ്ധമായാൽ അതാണ് ശിർക്ക്. ഇത് KP മുഹമ്മദ് മൗലവി രചിച്ച അത്തൗസുൽ എന്ന ഗ്രന്ഥം. ഇതിലെ 71-72 പേജുകൾ നാം വായിക്കുക. ആർക്കെങ്കിലും വല്ല സഹായവും ആവശ്യമായി വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപിക്കപ്പെട്ട മറ്റൊരു ഹദീസാണിത്. സനദോ റാവിയോ ഇല്ലാത്ത ഹദീസ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ജീവിച്ചിരിക്കുന്നവരെയാണോ മരിച്ചവരെയാണോ സഹായത്തിന് വിളിക്കേണ്ടതെന്ന് ഇതിൽ വ്യക്തമാക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നവരെയാണെങ്കിൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല. ആ നിലക്കുള്ള സഹായാഭ്യർത്ഥനകൾ നടന്നു വരികയും ചെയ്യുന്നു. പക്ഷേ മരിച്ചവരോട് സഹായാഭ്യർത്ഥന നടത്താമെന്നതിന് തെളിവായിട്ടാണ് ഷെയ്ഖ് ദഹലാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇടതേട്ടവും നേരിട്ടുള്ള വിളിയും ശുപാർശയും എല്ലാം കൂട്ടിക്കുഴച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക ഷെയ്ഖ് ദഹലാന്റെയും കൂട്ടുകാരുടെയും പതിവാണ്. യാ ഇബാദല്ലാ അഗീനൂനി എന്ന ഹദീസിൽ KP മുഹമ്മദ് മൗലവി റഹിമഹുല്ല ജിന്നുകൾക്ക് സ്ഥാനം നൽകിയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ജീവിച്ചിരിക്കുന്നവരെയാണോ മരിച്ചവരെയാണോ സഹായത്തിന് വിളിക്കേണ്ടതെന്ന് ഇതിൽ വ്യക്തമാക്കുന്നില്ല എന്നൊരിക്കലും അദ്ദേഹം പറയുമായിരുന്നില്ല. അദ്ദേഹം എഴുതിയ മറ്റൊരു വാചകം ജീവിച്ചിരിക്കുന്നവരെയാണെങ്കിൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല, ആ നിലക്കുള്ള സഹായാർത്ഥനകൾ നടന്നുവരികയും ചെയ്യുന്നു എന്നതാണ്. KPയുടെ ഈ വാചകത്തിൽ നിന്നും
നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ പരാമർശിക്കപ്പെട്ട ഇബാദല്ലയിൽ ജിന്നുകളെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ അദ്ദേഹത്തിന്റെ വരികളെ നമുക്ക് അപ്രകാരം മാറ്റി വായിച്ചു നോക്കാം. ജീവിച്ചിരിക്കുന്നവരെയാണെങ്കിൽ അഥവാ ജിന്നുകളെയാണെങ്കിൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല. ആ നിലക്കുള്ള സഹായാഭ്യർത്ഥനകൾ നടന്നുവരികയും ചെയ്യുന്നു. ഇപ്രകാരം KPയുടെ വരികളിൽ അധിക വായന നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ജിന്നുകളോടുള്ള സഹായത്തേട്ടം അഭിപ്രായ വ്യത്യാസമില്ലാത്ത ജായിസായ ഒരു കാര്യമാണെന്നും അത് നിരാക്ഷേപം നടന്നുവരുന്ന ഒരു കാര്യവുമാണെന്ന് വരും. മആദല്ലാഹ്. ഇവിടെ ജംഇയ്യത്തിന്റെ ആദർശത്തെ തള്ളിപ്പറഞ്ഞവർ പോലും അത് പറയാൻ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. ജീവനുള്ള ഹാജറുള്ള മനുഷ്യനോട് അയാൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കില്ല എന്നും അത് നമുക്കിടയിൽ നിരാക്ഷേപം നടന്നുവരുന്ന ഒരു സംഗതിയുമാണെന്നും മാത്രമാണ് KP ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നതാണ് വക്രതയില്ലാത്ത നിലപാട്. മാത്രമല്ല, ഷെയ്ഖ് ദഹ്ലാൻ എന്ന ഖുബൂരി പണ്ഡിതൻ മരിച്ചവരോട് സഹായം തേടാനുള്ള തെളിവായാണ് യാ ഇബാദല്ലാ അഗീനൂനി എന്ന ഹദീസ് ഉദ്ധരിച്ചത് എന്ന് മനസ്സിലാക്കിയ KP മുഹമ്മദ് മൗലവി ചെയ്തതെന്താണ്? ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ദഹ്ലാന് ഖണ്ഡനം നൽകിയ പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാർ ഹദീസിലെ ഇബാദല്ല കൊണ്ടുള്ള വിവക്ഷ സ്വാലിഹുകളായ ജിന്നുകളും മലക്കുകളും ആണെന്ന് പറഞ്ഞ മറുപടി KP ബോധപൂർവം ഒഴിവാക്കുകയും മനുഷ്യനിലേക്ക് മാത്രം ഇബാദല്ലയെ കൊണ്ടുവരികയുമാണ് അദ്ദേഹം ചെയ്തത്. യാ ഇബാദല്ല അഗീനൂനി എന്ന ഹദീസിലെ യാ ഇബാദല്ലയിൽ ജിന്നുകളെ ഉൾപ്പെടുത്തി വിശദീകരിക്കുവാൻ KP തയ്യാറല്ല എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അത്തവസുൽ എന്ന അദ്ദേഹത്തിന്റെ മഹത്തായ കൃതി. എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും പ്രമാണങ്ങൾ കൊണ്ട് സാധൂകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ശരിയായ നിലപാടാണ് KPയിലും നമുക്ക് കാണാൻ കഴിയുക. എത്ര സ്വാഗതാർഹമാണ് ഈ സമീപനം. നാം ഇപ്പോൾ കാണുന്നത് മുഹമ്മദ് അമാനി മൗലവി സൂറത്തുൽ ഫലഖ് വിശദീകരിക്കുമ്പോൾ നൽകിയ വിശദീകരണമാണ്. ശിർക്കിന്റെ ഇനങ്ങളിൽ പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുള്ളതും അള്ളാഹുവിന്റെ കഴിവിലും അധികാര അവകാശത്തിലും അള്ളാഹു അല്ലാത്ത വല്ലവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നും ശാന്തിയും രക്ഷയും തേടലാകുന്നു. തൗഹീദിന്റെ നിഷേധികളിൽ നിന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസവും അടിയുറച്ചിട്ടില്ലാത്തവരിൽ നിന്നും ഇതുണ്ടാകുന്നു. ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഇതിനർത്ഥമില്ല. അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോടും രക്ഷക്കപേക്ഷിക്കലാണ് പാടില്ലാത്തത്. അതുകൊണ്ട് കഴിഞ്ഞ സൂറത്തിൽ തൗഹീദ് വിവരിച്ചതിന് ശേഷം തുടർന്നുള്ള 2 സൂറത്തുകളിലും എങ്ങനെയാണ്, ആരോടാണ്, ഏത് പ്രകാരത്തിലാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശരണവും രക്ഷയും തേടേണ്ടത് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതുമായ സഹായത്തേട്ടങ്ങൾ എത്ര വ്യക്തമായാണ് അമാനി മൗലവി വേർതിരിക്കുന്നത്. ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാവില്ല എന്ന് വ്യക്തമാക്കിയ അമാനി മൗലവി ശിർക്കാവുന്ന സഹായത്തേട്ടത്തെ വിശദീകരിച്ചത് അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് രക്ഷക്കപേക്ഷിക്കുക എന്നതാണ് പാടില്ലാത്തത്. നാം ചിന്തിക്കുക, ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിലായാൽ പോലും അവയോട് ഒരാൾ സഹായം തേടിയാൽ അത് അദൃശ്യമായ നിലക്കുള്ള സഹായത്തേട്ടമാണ്, മനുഷ്യ സാധാരണമല്ലാത്ത മാർഗത്തിലുള്ള സഹായത്തേട്ടമാണ്. എങ്ങനെ തെങ്ങിൽ കെട്ടി വ്യാഖ്യാനിച്ചാലും അത് ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്കതീതവുമാണ്. എങ്കിൽ അത് ശിർക്കുമാണ്. 2012 അല്ല അമാനി മൗലവി ഇതെഴുതിയതെന്നും നാം മറക്കരുത്. നാം കാണുന്നത് ലജ്നത്തു ദായിമയുടെ ഒരു ഫത്വയാണ്. ചോദ്യം: ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ ഇലാജുൽ ഉമൂരി സിഹ്രിയ, അശ്ശിർക്കു വ മളാഹിറുഹു എന്നീ പുസ്തകങ്ങളുണ്ട്. ഖുർആൻ കൊണ്ടുള്ള മന്ത്രം അനുവദനീയമാക്കിക്കൊണ്ടുള്ള സ്വഹീഹായ ചില ഹദീസുകൾ അതിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മന്ത്രത്തിലേർപ്പെട്ടു. രോഗികളുടെ ആധിക്യം കാരണത്താൽ പ്രത്യേകിച്ചും മാരണവും ബാധയും ഉള്ളവരെ രാപ്പകലിലായി ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി. സിഹ്ർ ബാധ ഒഴിപ്പിക്കുന്നതിനായി
എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? അല്ലെങ്കിൽ മറഞ്ഞുകിടക്കുന്ന ഏലസിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ? മറുപടി: ജിന്നിനോടും ഹാജരില്ലാത്തവരോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ആകുന്നു. എന്തുകൊണ്ടെന്നാൽ സഹായം ചോദിക്കൽ ഇബാദത്താണ്. ജിന്നിനോടോ മനുഷ്യനോടോ മലക്കിനോടോ അല്ലാത്തവരോടോ അത് ചെയ്യാൻ പാടില്ല. ജീവിച്ചിരിപ്പുള്ള ഹാജറുള്ള കഴിവുള്ള മനുഷ്യനോടും അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കൃഷിപ്പണി, നിർമ്മാണ പ്രവൃത്തി, ശത്രുക്കളുമായുള്ള യുദ്ധം പോലുള്ള മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലെയുള്ളവ അനുവദനീയമാണ്. എന്നാൽ ജിന്നുകളുടെ കാര്യത്തിൽ ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൻ്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോടും സഹായം ചോദിക്കുന്നതിൻ്റെ വിധി തന്നെയാണ്. അഥവാ യാതൊരു കാര്യത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് തന്നെ സഹായം തേടുക. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫി, ഷെയ്ഖ് അബ്ദുല്ല ഖദിയാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് ബക്കർ അബു സയ്യിദ്. ലജ്നത്തു ദായിമയുടെ ഈ ഫത്വയെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചിലർ പറയാറുണ്ട്: ഇത് കേവലം കാഫിർ ജിന്നുകളോട് മറഞ്ഞുകിടക്കുന്ന ഏലസ് കണ്ടെടുക്കുക പോലെ ഗൈബിയായ കാര്യങ്ങളിൽ നടത്തുന്ന സഹായതേട്ടത്തെ പറ്റിയാണ് ചോദ്യമെന്നും അതിനാൽ ഉത്തരവും ആ വിഷയത്തിൽ മാത്രം പരിമിതമാണെന്നുമാണ്. ഇവിടെ ചോദ്യം ആ വിഷയത്തിലാണെങ്കിലും ഉത്തരം വിശാലമായാണ് നൽകിയിരിക്കുന്നത്. കാഫിർ ജിന്നിലോ മറഞ്ഞുകിടക്കുന്ന ഏലസിലോ ഉത്തരം പരിമിതപ്പെടുത്താതെ ജിന്നുകളെയും അവരോടുള്ള ഇസ്തിയാനത്തിനെയും മൊത്തമായാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. നാം കാണുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ മജ്മുഉ ഫതാവയിലെ വരികളാണ്. ولا شك أن المستغيث بالنبي صلى الله عليه وسلم أو بغيره من الأولياء والأنبياء والملائكة أو الجن إنما فعلوا ذلك معتقدين أنهم يسمعون دعاءهم ويقضون حاجاتهم وأنهم يعلمون أحوالهم، وهذه أنواع من الشرك الأكبر، لأن الغيب لا يعلمه إلا الله عز وجل، ولأن الأموات قد انقطعت أعمالهم وتشريفاتهم في عالم الدنيا سواء كانوا أنبياء أو غيرهم، ولأن الملائكة والجن غائبون أن مشغولون بشؤونهم. സംശയമില്ല, നബിയെ കൊണ്ടും മറ്റു നബിമാരെ കൊണ്ടും വലിയുകളെ കൊണ്ടും മലക്കുകളെ കൊണ്ടും ജിന്നിനെ കൊണ്ടും സഹായം തേടുന്നവർ അത് ചെയ്യുന്നത് അവർ തങ്ങളുടെ വിളി കേൾക്കുകയും കാര്യം സാധിച്ചു തരികയും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഈ ഇനങ്ങൾ വലിയ ശിർക്കിൽപ്പെട്ടതാണ്. കാരണം ഗൈബ് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അമ്പിയാക്കളായാലും മറ്റുള്ളവരായാലും മരണപ്പെട്ടവർക്ക് ഇഹലോകവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട്. ജിന്നിനോടും മലക്കിനോടും തേടുന്നത് ശിർക്കായതിന് കാരണം അവർ നമ്മളെ തൊട്ട് മറഞ്ഞവരും തങ്ങളുടേതായ കാര്യങ്ങൾ കൊണ്ട് വ്യാപൃതരുമാണ്. ജിന്നുകളോട് സഹായം ചോദിക്കുന്ന കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടല്ല ഇവിടെ ശിർക്ക് എന്ന് പറഞ്ഞത്, മറിച്ച് അവരോട് സഹായം ചോദിക്കുന്നതിൻ്റെ മാർഗത്തെയാണ് അത് ശിർക്കാണെന്ന് പറയാൻ ഷെയ്ഖ് ഇബ്നു ബാസ് പരിഗണിച്ച മാനദണ്ഡം. നാം കാണുന്നത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ ഫത്വയാണ്. وكذلك الذين ينادون الجن عند الشدة وعند الخوف هذا أيضا كله من شرك الأكبر، لأنه استعاذة بغير الله سبحانه وتعالى. ومن هذا أيضا من يستعين بالجن عندما يتخاصم مع أحد فيقول: يا جن خذوه افعلوا به كذا وكذا، وهذا شرك بالله عز وجل إذا يقصد الاستعانة بهم. وكذلك الذي يعالج الناس بالاستعانة بالجن وسؤالهم عن المريض أو عن الذي سحر المريض
فدل على أن الاستعانة بالجن شرك أكبر ولو سميت بغير الشرك لو سميت بالاستخدام أو الذار أو ما أشبه ذلك من الأسماء. അപ്രകാരം തന്നെയാണ് പ്രയാസത്തിൻ്റെയും ഭയത്തിൻ്റെയും സന്ദർഭത്തിൽ ജിന്നിനെ വിളിക്കുന്നവരും. ഇതും മറ്റെല്ലാം പോലെ തന്നെ വലിയ ശിർക്കിൽപ്പെട്ടതാണ്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്തവരെ കൊണ്ട് സഹായം തേടലാണ്. ഇതിൽപ്പെട്ടത് തന്നെയാണ് ഒരാൾ മറ്റാരോടെങ്കിലും ചണ്ട കൂടുമ്പോൾ ജിന്നിനോട് സഹായമർത്ഥിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യും: ജിന്നെ അവനെ പിടിക്കൂ, ഇന്നതൊക്കെ അവനെ ചെയ്യൂ. ഇതും അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അവരോടുള്ള സഹായതേട്ടമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്രകാരം തന്നെയാണ് ജിന്നിന്റെ സഹായത്തോടെ ജനങ്ങളെ ചികിത്സിക്കുകയും രോഗത്തെപ്പറ്റിയും രോഗിക്ക് മാരണം ഏൽപ്പിച്ചവനെ പറ്റിയും അവരോട് ചോദിക്കലും. ജിന്നിനോട് സഹായം തേടൽ വലിയ ശിർക്കാണെന്ന് സൂചിപ്പിച്ചു. ശിർക്കല്ലാത്ത നാമം അതിന് നൽകിയാലും ശരി, ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന പേരിലോ കൂടിക്കാഴ്ച നടത്തുകയാണെന്ന പേരിലോ അതിനു സമാനമായ മറ്റെന്ത് പേരിലായാലും സമമാണ്. ഭൗതിക കാര്യങ്ങളിൽ പോലും ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാകും എന്നാണ് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ അവയോട് സഹായം ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന തത്വം മുജാഹിദുകൾ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ഉത്തരം ലഭിക്കേണ്ട ചില ചോദ്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൊണ്ടെങ്കിലും ഈ തത്വം വിശദീകരിക്കുവാൻ സാധ്യമാണോ? ആണെങ്കിൽ ഏതാണ് ആ ആയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി വന്ന ഒരു ഹദീസെങ്കിലും ഈ തത്വത്തിന് തെളിവായി ഉദ്ധരിക്കാമോ? ഈ തത്വം ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ? സലഫുസ്വാലിഹുകൾക്കിടയിൽ ഈ തത്വത്തിന് ഇജ്മാ ഉണ്ടായിരുന്നു. സലഫുസ്വാലിഹുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഈ തത്വം അംഗീകരിച്ചിരുന്നതായി തെളിയിക്കാമോ? വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ അഹ്ലുസുന്നത്തിന്റെ ഏതെങ്കിലും ഒരു പൂർവകാല പണ്ഡിതൻ തന്റെ തഫ്സീറിൽ ഈ തത്വത്തെ സ്വീകരിച്ചതിന് ഒരു തെളിവ് കാണിക്കാനാകുമോ? പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഹദീസ് വിശദീകരിക്കവേ ഈ തത്വം ഏതെങ്കിലും പൂർവകാല മുഹദ്ദിസ് സ്വീകരിച്ചത് കാണിക്കാനാകുമോ? തൗഹീദുമായും ഷിർക്കുമായും ബന്ധപ്പെട്ട ആയത്തുകൾക്ക് തഫ്സീർ എഴുതിയ പൂർവകാല മുഫസ്സിറുകളിൽ ആരെങ്കിലും ഈ തത്വം പരാമർശിച്ചത് കാണിക്കാനാകുമോ? പൂർവകാല അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ തത്വം പഠിപ്പിക്കുന്നത് കാണിക്കാനാകുമോ? 4 മദ്ഹബിന്റെ ഇമാമുകൾ ഈ തത്വം വിശദീകരിച്ചത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കാണിക്കാമോ? ജിന്നുകളെപ്പറ്റി പരാമർശിക്കപ്പെട്ട ആയത്തുകളോ ഹദീസുകളോ വിശദീകരിക്കുന്ന വേളയിൽ പൂർവ്വ പണ്ഡിതന്മാർ ആരെങ്കിലും ഈ തത്വം വിശദീകരിച്ചത് കാണിക്കാമോ? യാ ഇബാദല്ലാ അഗീനൂനി എന്ന ഹദീസ് കൊണ്ട് അമൽ ചെയ്ത ഏതെങ്കിലും ഒരു പൂർവ്വകാല പണ്ഡിതൻ അവിടെ ജിന്നുകളെയായിരുന്നു ഇബാദല്ലയായി ഉദ്ദേശിച്ചിരുന്നത് എന്ന് തെളിയിക്കാമോ? മുജാഹിദുകളെ, തീർച്ചയായും നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചേ പറ്റൂ. കാരണം അല്ലാഹു പറയുന്നു: وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ടു മനസ്സിലാക്കുകയില്ല. അവർ കാലികളെപ്പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവർ. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ.